ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുള്ളത് ഈവനിങ് സ്നാക്കായിട്ടും രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനും അല്ലാതെ ടിഫിൻ ബോക്സിനൊക്കെ നമുക്ക് കൊടുത്തേക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി വെറൈറ്റി ആയിട്ടുള്ള ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. സിമ്പിളാണ് ഉണ്ടാക്കാൻ, ഇതിൻ്റെ കൂടെ കറിയൊന്നും വേണ്ട കേട്ടോ, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് 1 കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, ആട്ടപ്പൊടി കേട്ടോ. എന്നിട്ട് നമ്മളതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. നിങ്ങൾ എത്രത്തോളമാണോ ഉണ്ടാക്കുന്നത് അതിനനുസരിച്ച് ഗോതമ്പ് പൊടിൻ്റെ അളവ് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കുക കേട്ടോ. പിന്നെ നിങ്ങളെ കയ്യിൽ നെയ്യ് ഉണ്ടെന്നുണ്ടെങ്കിൽ നെയ്യ് കുറച്ചാക്കി കൊടുക്കുക, ഇല്ലയെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ കുറച്ചൊന്ന് ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് ഇതെല്ലാം പാടെ സ്പൂൺ വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ സാധാ നോർമൽ നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്ന പോലെ തന്നെ ചൂടുള്ള വെള്ളത്തിലോ അല്ലെങ്കിൽ പച്ചവെള്ളത്തിലോ ഏതായാലും കുഴപ്പമില്ല, നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കണ്ട് നല്ല സോഫ്റ്റായിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കുക കേട്ടോ. ഞാനിപ്പം നല്ല ചൂടുള്ള വെള്ളത്തിലാണ് ഒന്ന് കുഴച്ചെടുക്കുന്നത്. അപ്പോൾ അത് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നല്ല ലൂസാക്കിയിട്ടാക്കരുത്, എത്രത്തോളമാണോ വെള്ളം ആവശ്യമായിട്ടുള്ളത് അതിനനുസരിച്ചിട്ട് മാത്രം ആക്കിയെടുക്കുക. അങ്ങനെ ഇതപ്പോൾ ഞാൻ നല്ല പോലെ തന്നെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്, നമ്മൾ നോർമലി ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്ന പോലെ തന്നെ കേട്ടോ. എന്നിട്ട് നമ്മൾ കൗണ്ടർ ടോപ്പിൽ ഇട്ടുകൊണ്ട് നല്ല പോലെ തന്നെ ഇതൊന്ന് പരത്തിയെടുക്കുന്നുണ്ട്. കുറച്ച് കൂടുതലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഓരോരോ ചെറിയ ബോൾസ് ആക്കിയിട്ട് അങ്ങനെ ആക്കിയെടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു ബോളാക്കിയിട്ട് ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കുക കേട്ടോ. ഈ ഒരു മാവ് ഒട്ടിപ്പിടിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ കുറച്ച് പൊടി വേണമെങ്കിൽ വിതറി കൊടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് ഓയിലൊന്ന് ആക്കി കൊടുത്താൽ മതി. എന്നിട്ട് ഞാൻ ഇതിൻ്റെ മേലേക്ക് നല്ല പോലെ തന്നെ ഒരു അത്യാവശ്യം വലുപ്പത്തിലൊന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. അതിൻ്റെ മേലേക്ക് ഞാൻ കുറച്ച് മസാല വെച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഉരുളൻകിഴങ്ങൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഉരുളൻകിഴങ്ങ് വേവിച്ചിട്ട് അതും ചിക്കൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ നല്ല പോലെ ഒന്ന് ക്രഷ് ചെയ്തിട്ട് എല്ലാം പാടെ മിക്സ് ആക്കിയിട്ട് അങ്ങനെ ഒരു ഫില്ലിങ് ആക്കിയെടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫില്ലിങ് ആക്കിയെടുക്കുക കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് ഉള്ളിയും തക്കാളിയും മുട്ട ഒന്ന് സ്ക്രാമ്പിൾ ചെയ്തിട്ടാണ് ആക്കിയിട്ടുള്ളത്. എന്നിട്ട് ഇതുപോലെ ഒന്ന് ചുരുട്ടിയെടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഒരു കത്തി വെച്ചിട്ട് ഒരേ ഷേപ്പിൽ എല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇതുപോലെ ആയിട്ട് നമുക്ക് കിട്ടും. ഇനി നമ്മൾ ഈ ഒരു കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഇതിന് ഓരോന്നായിട്ട് എടുക്കുക. എന്നിട്ടത് ഈ ഒരു വീഡിയോയിൽ കാണുന്ന പോലെ ഒന്ന് പ്രസ്സാക്കി കൊടുക്കുക കേട്ടോ. ഈ ഒരു ഫില്ലിങ്സൊക്കെ അകത്തിലാവുന്ന രൂപത്തിൽ ഒന്ന് പ്രസ്സാക്കി കൊടുക്കുക. ഇതിൻ്റെ ഫില്ലിങ്സ് പുറത്തേക്കൊന്നും പോരുന്നില്ല കേട്ടോ, അതേപോലെ നല്ല പോലെ തന്നെ പ്രസ്സാക്കി കൊടുക്കുക. അപ്പോൾ ഈ ഒരു ഷേപ്പിലാക്കിയിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ അത് കാണാൻ തന്നെ നല്ല രസമാണ്, അതേപോലെ കഴിക്കാനും അടിപൊളി ടേസ്റ്റാണ്. പ്രത്യേകിച്ച് കറിയുടെ ഒന്നും ഒരാവശ്യമില്ല കേട്ടോ. പിന്നെ കാണുമ്പോൾ തന്നെ കുട്ടികളായാലും ചപ്പാത്തിയൊന്നും കഴിക്കാത്ത കുട്ടികളാണെന്നുണ്ടെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയാൽ എന്തായാലും എല്ലാവർക്കും ഇഷ്ടം. പാത്രമൊക്കെ എന്തായാലും കാലിയാക്കി തരും കേട്ടോ. ഇനി നമുക്കിത് ഡീപ്പ് ഫ്രൈ ആക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ, ജസ്റ്റ് ഒന്ന് തിരിച്ചു മറിച്ചിട്ട് കണ്ടൊന്ന് വേവിച്ചെടുത്താൽ മതി. കാരണം ഓൾറെഡി നമ്മൾ ഇതിൽ മസാലസൊക്കെ വേവിച്ചിട്ടാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ആ ഒരു ചപ്പാത്തിയുടെ ഭാഗം മാത്രം ജസ്റ്റ് ഒന്ന് പൊരിഞ്ഞ് കിട്ടിയാൽ മതി കേട്ടോ, വെന്ത് കിട്ടിയാൽ മതി. അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു പാനിൽ കുറച്ച് മാത്രം വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഓയിലോ ആക്കി കൊടുക്കുക. എന്നിട്ട് ഇത് ഓരോന്നും വെച്ച് കൊടുക്കുക. എന്നിട്ട് തിരിച്ചും മറിച്ചിട്ട് കണ്ട് നല്ല പോലെ തന്നെ ഒന്ന് വേവിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ അത് ഇത്രയെല്ലാം ഉണ്ടാക്കിയെടുക്കാൻ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. നമുക്ക് ഈവനിങ്ങിന് സ്നാക്കായിട്ടും ടിഫിൻ ബോക്സിലും ചപ്പാത്തി ഒന്നും കഴിക്കാത്ത കുട്ടികളാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ചപ്പാത്തിക്ക് കറി വേണ്ടാന്നുണ്ടെങ്കിലൊക്കെ ഇതുപോലൊന്ന് ചെയ്ത് കൊടുത്താൽ എന്തായാലും എല്ലാവർക്കും ഇഷ്ടമാവും കേട്ടോ. പാത്രമൊക്കെ ഒറ്റയടിക്ക് തന്നെ കാലിയായി പോവും. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്ക്, എന്നിട്ട് ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കും കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ കേട്ടോ. അപ്പോൾ ഇനിയും പുതിയ വീഡിയോസായിട്ട് കാണാം.